യെസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് RHS ബ്രിഡ്ജ് സോൾഫോർട്ട്, അതായത് റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഒരു 124 ഏക്കേഴ്സിലുള്ള ഒരു ഗാർഡനിലാട്ടോ വന്നേക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാവേ. നേച്ചറിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവർ ആ ഗാർഡൻ ചെയ്തിരിക്കുന്നത്. ആ നാച്ചുറാലിറ്റി തന്നെയാണ് ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്ത രീതിയിൽ തന്നെ അവരിത് ചെയ്തേക്കുന്നത്. കൂടുതലും വുഡൊക്കെ ഉപയോഗിച്ചിട്ട്, ഈവൻ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും അവർ നന്നായിട്ട് വുഡ് കൊണ്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് കിഡ്സിന് കളിക്കാനുള്ള ഏരിയ കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഫുള്ളൊരു വുഡ് മയമാണേ. അപ്പോൾ ഇതേ നിലത്ത് തന്നെ നോക്കുകയാണെങ്കിൽ വുഡിൻ്റെ പീസസ് ഒക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുട്ടികൾ ഇനി വീണാലും കാര്യമായിട്ടൊന്നും പറ്റുമൊന്നുമില്ല. അത്ര നന്നായിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. അതുപോലെ വുഡ് കൊണ്ടുള്ള ഈ ക്ലൈംബിംഗ് ഫ്രെയിം അടിപൊളിയായിട്ടുണ്ടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനെ അവിടെ ലേശം പേടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ പഠിച്ച് കയറുന്നുണ്ടേ. പേടിയുണ്ടോടാ? മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ, എവിടെയെങ്കിലും നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷ നോക്കണം എന്നുള്ളത്. അതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നോ പബ്ലിക് ആക്സസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഉന്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊരു ഫെൻസിങ് ആണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു പണി കണ്ടോ, നമ്മുടെ ഈ കൊട്ടയൊക്കെ നെയ്യൂലേ എന്ന് പറയുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. എന്ത് സമയമെടുത്തും എന്തൊരു എഫേർട്ടും അവർ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നേ. അവിടെ നിന്ന് ഞങ്ങൾ നടന്നു ചെന്ന് കയറിയത് അവരുടെ ഗാർഡനിലേക്കാണ്. എൻ്റെ ദൈവമേ, ലോകത്ത് ഇത്രയും അധികം ഫ്ലവേഴ്സ് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെട്ടു പോയി. അത്ര തരം പല തരങ്ങളിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത്. കുറച്ചുമുട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കണ്ടതിൽ ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നിയ ഒരു ചെടിയാണ് കേട്ടോ ഇത് ശരിക്കും ഇലയാണോ ഫ്ലവറാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ. ഒരു ബൊക്കെ പോലുണ്ടല്ലേ. ഇതിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കുറച്ചും കൂടി ഒരു വെറൈറ്റി വ്യത്യാസമുള്ളതും നമ്മളിവിടെ കണ്ടായിരുന്നേ. കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഞാൻ ഈ ഐറിസ് ഫ്ലവേഴ്സ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഗാർഡനിൽ നിന്ന് എനിക്ക് അതും പറ്റി കേട്ടോ. എൻ്റെ ഒരു മോളുടെ പേര് ഐറിസ് എന്നാണല്ലോ. അപ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരു ഐറിസ് ഫ്ലവർ കാണാൻ പറ്റിയെന്നുള്ളത്. ഇതും ഐറിസ് ഫ്ലവേഴ്സ് തന്നെയാണ്, ഒരു ലൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയാം. ഈ ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ നമുക്ക് ഓൺലൈനായിട്ടും ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓൺലൈൻ റേറ്റ് അഡൾട്ട്സിന് ഈ ഒരു സീസണിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 15.85 പെർ ഹെഡ് ആണ്. അതുപോലെ 5 to 16 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് 5 പൗണ്ടും അതുപോലെ 5 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയുമാണ്. അത്യാവശ്യം ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ പാക്ഡ് ലഞ്ചൊക്കെ ആയിട്ടാണ് വന്നത്. അത് വേറൊരു വൈബാട്ടോ. എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് ലോണിലിരുന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം. എവിടെ നോക്കിയാലും വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. അതിനിടയ്ക്ക് ഇവരുടെ കുറച്ച് കോസ്റ്റുകളും. ഗാർഡൻ കാണുന്നതിൻ്റെ ഇടയ്ക്കുള്ള ചില ലീലാവിലാസങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ചുറ്റി നടന്ന് ഞങ്ങൾ ചെന്നെത്തിയത് ട്യൂലിപ്സ് ഗാർഡനിലാണ്. ട്യൂലിപ്സിൻ്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിങ്കും റെഡും വയലറ്റും ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ വലിയൊരു ഫീൽഡ് അല്ലെന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമുക്കിങ്ങനെ പല കളേഴ്സും പല ഫ്ലവേഴ്സും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രസമല്ലേ. അതുപോലെ ഇത് കാഴ്ചാസ്വാദനം മാത്രമല്ല, ഇവിടെ ചെടികളുടെ എല്ലാം സെയിലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു നഴ്സറി തന്നെ അവർക്കുണ്ട് കേട്ടോ. അവിടെ പലതരം ചെടിച്ചട്ടികളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യാനായിട്ട് 5 മിനിറ്റ്സേ ഉള്ളെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചെടി കളക്ഷൻ കാണാനും അതുപോലെ തന്നെ ചെടികൾ മേടിക്കാനും വേണമെങ്കിൽ ചെടിച്ചട്ടികൾ നിങ്ങൾക്ക് മേടിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നല്ലേ, ഒരു ബോൺസായിയുടെ നല്ല ഒരു സെക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അതെപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ തിരക്കിയിട്ട് പോകണം. അവരിവിടെ ബോൺസായി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. മറ്റൊന്നുമല്ല, എങ്ങനെയാണ് അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് അതിനെ സംരക്ഷിക്കുന്നതെന്നായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പേർട്ടായ ലെസ് ചാൻസേനെ നമ്മളവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ചോദിച്ച ഡൗട്ട്സിനെല്ലാം ക്ലിയർ ആയിട്ട് ആൻസറും പറഞ്ഞിരുന്നേ. ബോൺസായി ചെടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ വീഡിയോയിൽ അത് ഫുൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബോൺസായിയെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അത് കേൾക്കാവുന്നതാണ്. നമ്മൾ ഈ കണ്ടത് മാത്രമല്ല,
അവിടെ നല്ല ഒരു കളക്ഷൻ എക്സിബിഷന് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വർഷങ്ങളോളം പഴക്കമുള്ള ബോൺസൈസാണ് അവിടെ ഇരുന്നതൊക്കെ. വിലയൊക്കെ നല്ല വിലയാണ്, പക്ഷേ അത് ശരിക്കും വേർത്താണ്. അത്ര അടിപൊളിയായിട്ടാണ് അവർ ആ ബോൺസായി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ എക്സിബിഷന് കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയത് 300 വർഷമാണ് ഞാൻ കണ്ടത്. പക്ഷേ അവിടുത്തെ TV സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട് അവരുടെ അടുത്ത് 1000 വർഷം വരെ പഴക്കമുള്ള ബോൺസായി ഉണ്ടെന്ന്. പക്ഷെ അതവിടെ എക്സിബിഷൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ.